ബാക്കി 8 സാക്ഷൻ അവിടെ കിടപ്പുണ്ട്. ആ തുക MSSന്റെ സബ്സിഡിയായി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ബാലൻസിംഗ് സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് നമ്മൾ ബാലൻസിംഗ് സ്റ്റേറ്റ്മെന്റ്? അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു യുക്തിക്ക് വിടുന്നു. ശ്രദ്ധിക്കുക, അടച്ച തുക ലയബിലിറ്റിയും കൊടുക്കുന്ന തുക അടച്ച തുക ലയബിലിറ്റിയും കൊടുക്കുന്ന തുക അസറ്റുമാണ്. അതിൻ്റെ ക്ലോസിംഗ് എടുക്കുമ്പോൾ അടച്ച തുക ടോട്ടൽ ആകെ ക്യാഷ് പോർഷൻ ബോണസ് പോർഷൻ അടച്ച തുക. ക്ലാസ് വളരെ പ്രയോജനപ്രദമായിരുന്നു. ചിട്ടിയെപ്പറ്റി അറിയില്ലാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാതെ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ പറ്റി സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. സെക്രട്ടറിയോടുകൂടിയായി ആലോചിച്ച് നല്ല കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ശ്രമിക്കുന്നതാണ്. MSS തുടങ്ങാൻ പോകുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 90% മുകളിൽ നന്നായിട്ട് ചെയ്യാമെന്നൊരു വിശ്വാസം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുണ്ട്. പിന്നെ ബാങ്കിൻ്റെ മൊത്തമായ പ്രവർത്തനത്തെക്കുറിച്ചും സാർ പറഞ്ഞ കാര്യങ്ങളിൽ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാറിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. MSS എങ്ങനെ തുടങ്ങണമെന്നും അതിൻ്റെ സംശയങ്ങളെല്ലാം ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല, കൂടുതൽ നന്നായിട്ട് ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് സാർ അവസാനം പറഞ്ഞ ക്ലാസ്സാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യമായിട്ട് തോന്നിയത്. അതിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടി അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലാസ്സാണ് സാർ എടുത്തത്. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ക്ലാസ് എടുക്കാൻ സാറിനെ ഒന്നുകൂടെ വിളിക്കണം. ഭരണസമിതി എല്ലാവരും കൂടെ ആലോചിച്ച് ഒരു ക്ലാസ്സും കൂടെ നമുക്ക് എടുത്ത് തരണം സാറ്. പക്ഷേ എനിക്കിത് കേട്ടപ്പോൾ തന്നെ പേടിയാവുകയാണ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ. നമ്മുടെ ബാങ്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം.